നമസ്കാരം, ഞാൻ സായി പൗർണമി, ട്രിവാൻഡ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം പ്രസ് ക്ലബ്ബിലെ സ്റ്റുഡൻ്റാണ്. മലയാളം സിനിമ ടുഡേ എന്ന കാറ്റഗറിയിൽ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന സിനിമകളിൽ ഒരു പ്രധാന സിനിമയായ കാമദേവൻ നക്ഷത്രം കണ്ടു. ക്യൂപിഡ് സോ ദി സ്റ്റാർ എന്ന മൂവി കണ്ടിപ്പോൾ ആളുകളൊക്കെ ഇറങ്ങുകയാണ്. സോ അവരുടെയൊക്കെ റിവ്യൂസ് ഒന്ന് നമുക്ക് നോക്കാം അല്ലേ. വളരെ ചെലവ് ചുരുക്കി ഐഫോണിൽ മാത്രം ഷൂട്ട് ചെയ്ത ഒരു മൂവിയാണിത്. അതും വെറും 22 വയസ്സുള്ള ആദിത്യ ബേബി എന്ന ഡയറക്ടർ സംവിധാനം ചെയ്ത സിനിമയാണിത്. സോ ഇതിൻ്റെ കൂടുതൽ റിവ്യൂസ് നമുക്ക് കാണികളോട് തന്നെ ചോദിക്കാം അല്ലേ. ചേട്ടാ, പടം കണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു പടം? കുഴപ്പമില്ല, നല്ലൊരു ലാഗില്ല, അത്യാവശ്യം കാര്യങ്ങൾ പറയുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്. ഇതുവരെ കുറേ പടങ്ങളുണ്ടെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു പടം. ആൾക്കാരെ വല്ലാതെ ഇരുത്തുന്നില്ല, രസിപ്പിക്കുന്നുണ്ട്. കഥയും കുഴപ്പമില്ല. കാരണം അവർ കാലാവസ്ഥ രണ്ടാൾക്കാരെ കഥയാണ്. വിചാരിച്ച് ഒരു ബോറടി ഒന്നും ഇല്ലാത്ത പടം. ചെയ്ത വർക്ക് നന്നായിട്ടുണ്ട്. ഒരു ഐഫോണിലൊക്കെ അത്രയും പടം എടുക്കാന്ന് പറയുമ്പോൾ വളരെ വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. നല്ല ഡയറക്ഷനായിരുന്നു. നിലവാരം പുലർത്തിയ ഒരു സിനിമയാണ്. സ്ത്രീയാണ് സംവിധായികയാണ്. പ്രതീക്ഷിച്ച നിലവാരം സർക്കാർ മൂഡിലാണ് പടം പോയിട്ടുള്ളെങ്കിൽ പോലും വള്ളുവനാടൻ ഭാഷയൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും IFFKയിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടുണ്ട് ഫീൽ ചെയ്യും. എല്ലാവരും റിസർവ് ചെയ്ത് കയറി എല്ലാവരും അകത്ത് കയറിയപ്പോഴത്തേക്കും പുറത്ത് കുറേ പേര് അകത്ത് കയറാൻ പറ്റാത്ത വിഷമത്തിലായിരുന്നു. അപ്പൊ ഇവിടെ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അറിഞ്ഞിരുന്നോ? ഇല്ല, അത് അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അതിനകത്തായിരുന്നു. പൊതുവെ IFFK നല്ല നിലയിൽ നടക്കുന്നുണ്ട്. ജനങ്ങളൊക്കെ തന്നെ നല്ല സിനിമകൾ കാണാൻ വേണ്ടി താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. സിനിമ കാണുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ ഒരു സിനിമാ പ്രേമി എന്ന രൂപത്തിൽ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അത് സർക്കാർ അത് വലിയ മുൻകൈ എടുക്കുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എങ്ങനെ തോന്നുന്നു? നല്ലതാണോ? നല്ല പടം. എന്ത് ഒരു യുവ സംവിധായകയായിരുന്നു സിനിമ എടുത്തത്. അപ്പോ അല്ലല്ല, വേറൊരു എങ്ങനെ സിനിമ ഇഷ്ടപ്പെട്ടോ? സിനിമ ഇഷ്ടപ്പെട്ടു. ഉള്ള ഒരു പുതുമയുണ്ട്. എത്ര വർഷമായിട്ട് IFFK വരുന്നു? 18 വർഷമായി. 18 വർഷമായിട്ട് വരുന്നു. അപ്പോൾ ഈ പുതുതലമുറകളിലേക്ക് വരുമ്പോൾ സിനിമ എത്രത്തോളമാണ് മാറിയിരിക്കുന്നതാണ് അപ്പൂപ്പൻ്റെ? സിനിമ വളരെയധികം മാറിയിട്ടുണ്ട്. ഈ സിനിമയുടെ ആശയങ്ങളും ചിന്താഗതികളും എല്ലാം ജീവിതത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ആംഗിളുകൾ കണ്ടുപിടിച്ച് അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയും അങ്ങനെ തന്നെയാണോ? ഈ സിനിമ ഏകദേശം അങ്ങനെയാണെന്ന് പറയാം. ആന്റിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഇഷ്ടപ്പെട്ടു. എത്ര വർഷമായിട്ട് വരുന്നു IFFK? 18 വർഷം. അവള് ഒരു 10 വർഷമായി. അത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നീട് ഇവിടെ കൂടെ കൂട്ടി. മറ്റു കാണികളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു തിയേറ്ററിൽ? പേഴ്സണലായിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ പൊതുവെ നോക്കുമ്പോ കയ്യടി സന്തോഷം. ഇന്നലെയൊക്കെ വന്ന് സിനിമയൊക്കെ കണ്ടിരുന്നോ? ഈ സിനിമ ഇഷ്ടപ്പെട്ടു അല്ലേ? ഇതൊരു പെൺകുട്ടി എടുത്ത സിനിമയാണ്. 22 വയസ്സുള്ള ഒരു പെൺകുട്ടി എടുത്ത സിനിമയാണ്. അത് ഫോൺ ക്യാമറയിൽ ഷൂട്ട് ചെയ്തെടുത്ത സിനിമയാണ്. സിനിമ ഇഷ്ടപ്പെട്ടു. പുതിയൊരു അറ്റംപ്റ്റ് ആണ്. ഇത് ന്യൂ ജനറേഷൻ ഫിലിം എന്ന് പറയുന്ന രീതിയിൽ കാസ്റ്റ് ആൻഡ് ക്രൂ ഫുള്ള് ടീനേജ്, ഒരു 22-25 വയസ്സുള്ള ആളുകളൊക്കെയാണ്. ആദിത്യ ബേബിയുടെ ആദ്യത്തെ സംരംഭം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതെ, ഐഫോൺ ഷൂട്ട് ചെയ്തതാണ്. അതിൻ്റെതായ ഒരു നല്ല രീതിയിൽ വിഷ്വലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആക്ടേഴ്സ് വളരെ ലിമിറ്റഡ് ആണ്, പക്ഷെ അവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കഥ പെട്ടെന്ന് കണക്റ്റ് ആവുന്ന യൂത്തിനായിരിക്കും. പ്രധാനപ്പെട്ട ആ ടൈറ്റിലിൽ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ബെറ്റർ ആക്കാമെന്നുള്ളത് എനിക്ക് തോന്നിയത്. പിന്നെ അതിൻ്റെ സ്കോറിങ് കുറച്ച് പരിമിതി ഉണ്ടായിരുന്നു, എങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. കഴിഞ്ഞ വർഷം അവർ നീലമുടി കൊണ്ടുവന്നായിരുന്നു. അതിൻ്റെ ഒരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ എൻഡിങ് തന്നെയാണ് ഈ സിനിമയുടെ എൻഡിങ് ഏകദേശം കൊണ്ടുവരുന്നത്. കാരണം സെയിം സിനാരിയോ, സെയിം സ്ഥലത്തൊക്കെ തന്നെയാണ് ഇത് എത്തിച്ചേരുന്നത്. നല്ല സിനിമയാണ് എന്നാണ് പൊതുവെ എല്ലാവർക്കും പറയാൻ. ഈ ടൈറ്റില് കേട്ടതിന് ശേഷമാണ് കുറേ ആളുകൾ കുറേ ഇംപ്രഷൻസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടാകും. പ്രത്യേകിച്ചും യൂത്ത് ആണല്ലോ വന്നത്. അതുകൊണ്ടായിരിക്കും അതിൻ്റെ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇത്രയും ക്രൗഡ് ഇവിടെ വന്നത്.
ആ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടുള്ള ക്രൗഡിന് അവരുദ്ദേശിച്ചത് എന്താണോ ആ സബ്ജക്റ്റ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അന്നേരം കാണാൻ പറ്റിയ വൺ ടൈം വാച്ചബിൾ ആയ ഒരു നല്ലൊരു സിനിമ തന്നെയാണ്. എങ്ങനെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു കാണികളുടെ? റെസ്പോൺസ് കാര്യമായിട്ട് എല്ലാവരും നന്നായിട്ട് അപ്ലോസ് ചെയ്യുന്നുണ്ട് സിനിമയെ. അവർക്ക് പരിചിതമല്ലാത്ത സബ്ജക്റ്റ് അല്ല എങ്കിലും ഇതിൻ്റെ മേക്കിങ് ലിമിറ്റഡ് റിസോഴ്സാണ് അവരുടേത്. ബഡ്ജറ്റ് വളരെ ചെറുതാണ്, 2 ലക്ഷത്തി സംതിങ്ങിൽ എത്തിയിരിക്കുക. അന്നേരം അവർ കൂടുതൽ ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അന്നേരം അവരുടെ ആ ലിമിറ്റഡ് റിസോഴ്സ്, അവരുടെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര നാളായിട്ടുണ്ട്? ഞാനൊരു 10 വർഷം. 10 വർഷം. ഓക്കെ. അപ്പോൾ സ്ഥിരം പ്രേക്ഷകനാണ് അല്ലേ? അപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് 2024 നിൽക്കുമ്പോൾ സിനിമയുടെ ട്രാൻസിഷൻ എങ്ങനെയാണ്? സിനിമയുടെ ട്രാൻസിഷൻ ഒരു 5 വർഷം മുന്നേ ഉള്ള മലയാള സിനിമയോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയോ അല്ല. ഇപ്പോൾ പാറ്റേൺ തീരെ മാറിയിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. അത് IFFK നല്ലൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ്. ഇന്റർനാഷണൽ മൂവീസിന്റെ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ ലോക സിനിമകളെ കാണാൻ പറ്റുന്നതുകൊണ്ട് നമ്മുടെ വ്യൂവിലും നമ്മുടെ സ്ക്രിപ്റ്റിങ്ങിലും ഒക്കെ കാര്യമായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം മലയാളത്തിൽ നിന്നാണ് ആക്ച്വലി ഇന്റർനാഷണൽ സിനിമകൾ വരുന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഈ സിനിമയ്ക്ക് ഒരുപാട് തിരക്കായിരുന്നു. ഇപ്പോൾ ഞാൻ പുറത്തായിരുന്നു, ക്യൂവിലായിരുന്നു, അവർ കയറ്റി വിട്ടില്ല. തറയിലെങ്കിലും ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഇവിടെ കുറച്ച് സംഘർഷമൊക്കെ ആയിരുന്നു. ഒരു അരമണിക്കൂറോളം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നം അത് അറിഞ്ഞിരുന്നു. അതെ, ഞാൻ അൺറിസർവ്ഡ് ആയിരുന്നു. 1 മണിക്കൂർ മുന്നേ വന്ന് ക്യൂവിൽ നിൽക്കേണ്ടി. 1 മണിക്കൂർ മുമ്പ് എങ്ങനെയായിരുന്നു ഇവിടുത്തെ അവസ്ഥ? ക്യൂവിൽ നല്ല ആളുണ്ടായിരുന്നു. ആദ്യം ഫസ്റ്റ് ഇന്നുന്ന രീതിയിൽ എല്ലാവരെയും ആദ്യം തന്നെ കയറ്റി വിട്ടു. ഈ റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ക്യൂ എപ്പോഴായിരുന്നു കഴിഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? റിസർവ്ഡ് ആയിട്ടുള്ളവരുടെ ക്യൂ നമ്മുടെ ഷോയുടെ ഒരു 5 മിനിറ്റ് മുന്നെയാണ് കഴിഞ്ഞത്. അതിനുശേഷം പിന്നീട് അവർ കയറ്റിയിരുന്നോ? അറിയോ? റിസർവ്ഡ് ആയവരെ പിന്നെ കയറ്റാൻ സാധ്യതയില്ല. അൺറിസർവ്ഡിന് തന്നെയാണ്. കലാഭവനില് തറയിൽ ഇരുത്തിയില്ല. അതെ അതെ, കലാഭവനില്ല. ടാഗോറില് അല്ലെങ്കിൽ കൂടുതൽ സ്പേസ് ഉള്ള അജന്തയിലൊക്കെ കാര്യമായിട്ട് നമ്മള് ഇന്നലത്തെ ഏതോ ഷോയിന് ഇവര് താഴെ ഇരുത്താൻ സമ്മതിച്ചിരുന്നു എന്ന് മോർണിംഗ്. അതിനുശേഷം നടന്ന ഷോയ്ക്ക് സംഭവം നടന്നിട്ടില്ല.